ഒരു കമൻറ്റിന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റായികയൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തരുന്നത്. അടുത്തത് ശ്രീവിദ്യ. ഇനി ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ചോളൂ, ഞാൻ സെലക്ട് ചെയ്ത് തരാം. കയ്യിലിരിക്കുന്ന വള അടിപൊളിയാ കണ്ണ. എൻ്റെ പൊന്നെ ഹിബ ഫാത്തിമ. ഞങ്ങൾക്കൊക്കെ ഏട്ടനോ അനിയനോ മകനോ നല്ലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ പയ്യനോ അങ്ങനെ ആരൊക്കെയോ ആണ് താൻ. സോ അതായത് ഞാനൊരു പഴവുണ്ണിയായി പോകരുത് എന്നാണ് പറയുന്നത്. അതായത് ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണ്, സീരിയസ് ആയിട്ട് അതൊരു ഇഷ്യൂ ആണെന്ന് അറിഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു വല്യമ്മയാണ്. ഓക്കെ, വല്യമ്മയാണ്. എനിക്ക് കുട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. ഹലോ, 2-3 തവണയായി ഈ ഒരു വീഡിയോയുടെ ഈ ഒരു സ്റ്റാർട്ടിങ് ഞാൻ എടുക്കുന്നു. അപ്പോൾ എനിക്കൊരു കാര്യമുള്ളത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഒരു വന്നിയോ പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആകെ ഒരു മാട്. അപ്പോൾ 2-3 വട്ടം അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ എൻ്റെ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത് ഇതും രീതിയൊക്കെ മാറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഓക്കെ, എന്തായാലും ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചധികം കമൻറ്റ്സ് വന്നിരുന്നു. കുറച്ചധികം അല്ല, എനിക്കെപ്പോഴും നല്ല സപ്പോർട്ടിൽ കമൻറ്റ്സ് കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റ്സിൽ ഒന്ന് റീഡ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് വായിക്കുകയാണേ. ഭയങ്കരമായ സന്തോഷവും അല്ലെങ്കിൽ നമുക്കൊരു ഇതൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ വലിയ സന്തോഷം നൽകിയ കുറച്ചധികം കമൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കുകയാണ്. ബ്രോ, അതായത് ഇത് അയച്ചിരിക്കുന്നത് സുമിത്ര സുകേഷ് എന്ന് പറഞ്ഞൊരു ചേച്ചിയാണേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ബ്രോ കണ്ടൻറ് ഇല്ലെങ്കിലും വീഡിയോ ഇടാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ? ഞങ്ങൾക്കൊക്കെ ഏട്ടനോ അനിയനോ മകനോ നല്ലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ പയ്യനോ അങ്ങനെ ആരൊക്കെയോ ആണ് താൻ. സോ നമ്മുടെ സ്വന്തം ബ്രോയെ ദിവസം കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ ദിവസം കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ മറ്റേ പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഈ ചേച്ചി എല്ലാ എൻ്റെ വീഡിയോസിനും കമൻറ്റ്സ് ഇടാറുണ്ട്. പുള്ളിക്കാരി ഐ തിങ്ക് പാലക്കാടാണെന്ന് തോന്നുന്നു. ഏതൊരു കമൻറ്റിൽ എനിക്ക് റിപ്ലൈ അങ്ങനെ എന്തോ ചെയ്തിരുന്നു. പാലക്കാടാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പുള്ളിക്കാരി വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റ്സ് കാണുമ്പോൾ അത് ജസ്റ്റ് എനിക്കൊന്ന് ഇങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയണം. പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് പറയണം. അത് ഞാൻ സ്ക്രീൻഷോട്ട് ഇപ്പോൾ എൻ്റെ കൈ ഉള്ളത് ഞാൻ എന്തായാലും ഇപ്പോൾ പറയാം. അതുപോലെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക. കാരണം മനഃപൂർവ്വം വിടുന്നതല്ല. ഒത്തിരി നമ്മൾ അഹങ്കാരം കൊണ്ട് പറയുന്ന അങ്ങനെയൊന്നും കരുതി ഒന്നും ചെയ്യരുത് കേട്ടോ. അല്ലെങ്കിൽ യാതൊരു രീതിയിലും അങ്ങനെ കരുതരുത്. ഒരുപാട് കമൻറ്റ്സ്, ഒരുപാട് വീഡിയോസ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നതായതുകൊണ്ട്, അങ്ങനെ ആയതുകൊണ്ടുമൊക്കെ ചിലപ്പോൾ ചിലത് എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും. മനുഷ്യനല്ലേ. ഞാൻ പരമാവധി ഓർത്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഈ ഇടുന്ന വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ ഞാൻ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറൊരു ചേച്ചി പറഞ്ഞിരിക്കുന്നതേ, ജെസി കുഞ്ഞുമോൻ എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇന്നലെ ഇട്ട് കാണിച്ച ഡ്രസ്സ് നല്ല ചേർച്ചയായിരുന്നു. ഒരു 15 മിനിറ്റ് വീഡിയോ ഒക്കെ ഇടാവുള്ളൂ. പണിക്ക് പോയിട്ട് വന്ന് വീട്ടുപണിയും കഴിയുമ്പോഴേക്കും ഒരു സമയമാകും. സമയമില്ലാത്തത് കൊണ്ട് മോൻ്റെ ഒരു വീഡിയോ പോലും വിടാതെ ഞാൻ കാണും. മോൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അതിദൂരം പോകരുതേ. ഗോഡ് ബ്ലെസ് മോനെ. അതായത് ഈ അമ്മ അല്ലെങ്കിൽ ചേച്ചി പറയുന്നത്, ഒരു 15 മിനിറ്റൊക്കെ വീഡിയോ ആകാവൂ. കാരണം പുള്ളിക്കാരി ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടു ജോലിയൊക്കെ ചെയ്യുമ്പം അത് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമായിരിക്കാം. പെണ്ണുങ്ങളെ ജോലിയും വീട്ടു ജോലിയും കൂടി ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ട്. അപ്പോൾ അവരതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് അതിനൊരു ടൈമില്ല. അത് പോരാഞ്ഞിട്ട് ഞാൻ 20-25 മിനിറ്റൊക്കെ വീഡിയോ ചെയ്താൽ ഈ 25 മിനിറ്റ് അവർക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാനാണ് ഇഷ്ടം അത്രയും. അപ്പോൾ അത് 25 മിനിറ്റ് അവരിരുന്ന് കാണണ്ടേ. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് ഞാൻ പരമാവധി ഈ വീഡിയോ 15 മിനിറ്റിനകത്ത് നിർത്താൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. ഞാൻ നോക്കട്ടെ. അല്ലെങ്കിൽ അത്ര കമൻറ്റ്സ് ഞാൻ റീഡ് ചെയ്യൂ, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ചുരുക്കി പറഞ്ഞ് തീർക്കാം കേട്ടോ. പിന്നെ അതുപോലെ കയ്യിലിരിക്കുന്ന വള അടിപൊളിയാ കണ്ണ. എൻ്റെ പൊന്നെ ഹിബ ഫാത്തിമ. ഹിബ, ഇത് വളയല്ല, ഇറ്റ്സ് കോൾഡ് ബ്രേസ്ലെറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ വള എന്നൊക്കെ പറഞ്ഞ വള നിങ്ങൾ ഇടുന്ന സാധനമല്ലേ. എനിക്ക് ഇനി അങ്ങനെ അന്ന് തോന്നിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, പരാതിയില്ല. അപ്പോൾ ഹിബ, അപ്പോൾ എന്താ പറയുക, ഇത് ബ്രേസ്ലെറ്റെന്നോ അല്ലെങ്കിൽ കൈ ചെയിനെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. വളയല്ല. വള എന്ന് പറയുമ്പോൾ നമ്മളത് മോശം എന്നല്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് വിരോധമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കൊരു അടുത്ത പ്രഭാവതി പ്രഭ എന്ന് പറഞ്ഞിട്ട്, ഇത്തിരി ജാടയൊക്കെ വേണം, വെറും ഒരു പഴം തുണിയൻ എന്താണ്
ആവണ്ടാടെ ഒരു തണുപ്പൻ അതുപോലെ നല്ല മിടുക്കനായി നടക്കണം സൂപ്പർമാൻ. അതായത് ഞാനൊരു പഴവുണ്ണിയായി പോകരുത് എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ അങ്ങ് പഞ്ചപാവമായി പോകരുത്. അങ്ങനെ പഞ്ചപാവം അല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിലും പറയാറുണ്ട്, അത് പറഞ്ഞിട്ട് എനിക്ക് എന്നോട് പിണങ്ങുന്നവരുണ്ട്. ഞാനൊരു അങ്ങനെ നമുക്ക് അത്ര പെർഫെക്റ്റ് ഇല്ല എന്നൊക്കെ ഇങ്ങനെ വീഡിയോ പറയുന്നതിന് എന്നോട് പിണക്കം കാണിക്കുന്നവരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അത്ര പഞ്ചപാവമല്ല. നിങ്ങൾക്ക് പിന്നെ എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്നല്ല പറയണ്ട, ഞാൻ ഈ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഭയങ്കര പാവമായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കാം. ഞാനങ്ങനെ അത്ര ഭയങ്കര പാവമൊന്നും അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതുമാണ്. അത് പിന്നെ എന്താ നിങ്ങളങ്ങനെ കരുതുന്നതെന്ന് എനിക്കറിയില്ല. അത്ര വലിയ പഴം തുണിയൊന്നും അല്ല. അത്യാവശ്യം എന്ത് സംസാരിക്കണമെങ്കിലും സംസാരിക്കും, ആരോടെയാണെങ്കിലും സംസാരിക്കും, എന്ത് പറയണമെങ്കിലും പറയുകയും ചെയ്യുന്ന ഒരാളാണ്. ഒന്നിനും അങ്ങനെ ഒരു രീതിയിലും ഒരു ഡിലേ ഒന്നും വെക്കാറില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ സ്പോട്ടിൽ പറഞ്ഞു പോകുന്ന ഒരാൾ തന്നെ കേട്ടോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. അല്ലെങ്കിൽ നമ്മളെ കൂടെ സഹകരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കൂടുതൽ ഇടപഴകുന്നവർക്ക്, നേരിട്ട് ഇടപഴകുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉടക്ക് എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇനി അടുത്ത നമുക്കൊരു കാര്യം വായിക്കാം. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ, അപ്പോൾ അവർ എടുത്ത് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന്, എങ്കിലും ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ജാട എന്ന് പറഞ്ഞിട്ട് ആരോ എന്നോട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു എന്ന്. അപ്പോൾ അവർ എൻ്റെ ഇന്നലത്തെ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു. ഞാനത് ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണ്, സീരിയസ് ആയിട്ട് അതൊരു ഇഷ്യൂ ആണെന്ന് അറിഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അതിൽ വേറൊരു ചേച്ചി അതിൽ കമൻറ്റ്, അതായത് അവർ പറഞ്ഞതിന് റിപ്ലൈ കൊടുത്തായിരുന്നേ, ഈ ജാട എന്ന് പറഞ്ഞതിന് റിപ്ലൈ ആയിട്ടൊരു കമൻറ്റ് കൊടുത്തു. അതിൽ തിരിച്ചും റിപ്ലൈ കൊടുത്തിരിക്കുന്നതും അതുപോലെ തന്നെയാണ്. അതായത് പേഴ്സണലി അവർക്ക് ഞാൻ ഒരു ജാടക്കാരനായിട്ട് ഫീൽ ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് പോകാം. സുശീല എന്ന് പറഞ്ഞിട്ടൊരു അമ്മ എഴുതിയിരിക്കുന്നതാണ്. ഞാൻ കണ്ണനെ ഇഷ്ടമായി കാണുന്നു, കാരണം എൻ്റെ മകൻ ഏകദേശ രൂപം കണ്ണനെ പോലെയാണ്. ഞാൻ കൊല്ലം മുളങ്കടകം അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. നാട്ടിൽ വരുമ്പോൾ അമ്പലത്തിൽ വരുമോ? വരാം. അതിനെന്നാ, നാട്ടിൽ വരുമ്പോൾ അമ്പലത്തിൽ വരാം അമ്മേ. അപ്പോൾ ഈ അമ്മ പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ മകനെ പോലെ, അതേപോലെയൊക്കെ തോന്നുന്നു എന്നെ കാണുമ്പോൾ. അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഫേസ് കട്ട് കാര്യങ്ങളോ, അല്ലെങ്കിൽ ശരീര കട്ടോ എന്തെങ്കിലും ആയിരിക്കും, അമ്മയ്ക്ക് അങ്ങനെ ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മ നോക്കട്ടെ, ഞാൻ എന്തായാലും വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വരും കേട്ടോ. പക്ഷേ അമ്മ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും വരാം. പിന്നെ അമ്മ, മകൾ, ഭാര്യ, അയ്യോ അതെന്തോ ഇത്, അങ്ങനെ പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് വന്നേക്കുന്നു. അതെനിക്ക് തോന്നുന്നു ഇനി വല്ല ചാനലും ആയിരിക്കാം, ഞാനത് നോക്കിയില്ല. ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്നത് ഇതാണ്. എന്തായാലും ഞാനൊന്ന് വായിക്കാം. ഇതൊരു ലോങ് മെസ്സേജുമാണ് കേട്ടോ, എന്തോന്ന് അറിയില്ല. അന്നേരം എടുത്ത് വെച്ചത്, അന്നേരം ചിലപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഇതൊന്ന് വായിച്ച് ഞാൻ നോക്കട്ടെ എന്താണെന്ന്, എനിക്കറിയില്ല. ഒരു മിനിറ്റ്. ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. എവിടുത്തെ കാര്യമാണ് പറയുന്നത്, എവിടത്തെ കാര്യമാണ് പറയുന്നത്, ഇന്നലത്തെ വീഡിയോയുടെ എന്താ പറയുക, ഇതാണ് റിയാക്ഷനാണ്. അപ്പോൾ എവിടുത്തെ കാര്യമാണ് പറയുന്നത്, വില കൂട്ടി വയ്ക്കുന്നത്. നമ്മളൊക്കെ ഇവിടെയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ വാർ ടൈമിൽ കുറച്ചൊക്കെ വില കൂടുതൽ ഉണ്ടെന്നല്ലാതെ നാട്ടിലേക്കാൾ വില കുറച്ച് വെജിറ്റബിൾസ് ആൻഡ് ഡെയിലി ലൈഫിൽ വേണ്ട സാധനങ്ങൾ ഇവിടെ കിട്ടും. 22 വർഷമായി ഫാമിലിയായി ഇവിടെ ജീവിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് മെയിനായിട്ട് ഞാൻ ഇവിടെ വായിക്കുക, ഇനി ഒത്തിരി ഉണ്ട്, ഞാൻ ഇതിനൊരു മറുപടി തരാം. അതായത് 22 വർഷമായിട്ട് ഇവിടെ ജീവിക്കുകയാണ്, പ്രശ്നമില്ല. 22 വർഷമോ 50 വർഷമോ ജീവിച്ചോ അത് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ഉള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പറയുക, അല്ലാതെ ഞാൻ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം, കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്നൊരു കാര്യം, ഒന്നിനെക്കുറിച്ചും തിരിച്ചറിയാതെ അങ്ങ് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുക. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഒരു 50%, 50%, ഈ ശതമാനത്തിൽ എന്തെങ്കിലും വേരിയേഷൻ കാണും. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ നാട്ടിൽ നിന്നാണ് സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് വിൽക്കുന്നത്. അത് ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചൊരു കാരണവശാലും ഇവിടെ കിട്ടത്തില്ല, മനസ്സിലാക്കണം അത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കമൻസ് ഇടുമ്പോൾ അത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളത് അങ്ങനെ തന്നെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും കിട്ടത്തില്ല. പിന്നെ കിട്ടും, ഈ അഴുകിയതും പുഴുകിയതും സാധനങ്ങൾ ഇവർ ഓഫറിൽ വിൽക്കുമല്ലോ.
ഇത് ഓഫറിൽ വിൽക്കുന്നത് നിങ്ങളെ നന്നാക്കാൻ ഒരിക്കലും ആരും ഓഫർ ഇട്ട് തരത്തില്ല. ഒരു സാധനം അവർക്ക് കിട്ടിയ വിലയെക്കാളും കുറച്ച് നിങ്ങൾക്ക് തരത്തില്ല. ജീവിതത്തിൽ ലോകത്താരും തരത്തില്ല. പേടിക്കണ്ട, അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യരുത്. നമുക്ക് ഓഫറെന്നും പറഞ്ഞ് തരുന്നത് നാളെ ഡേറ്റ് തീരുന്നതും അല്ലെങ്കിൽ മറ്റന്നാൾ ഡേറ്റ് തീരുന്നതുമായ സാധനങ്ങളാണ് വിലക്കുറവിൽ. അവർക്കിത് 1 രൂപ ചുമ്മാ കളയുന്നതിനേക്കാളും നല്ലതല്ലയോ ഉള്ള വിലയ്ക്ക് വിൽക്കുന്നത്. അതാണ് ഓഫർ. ദൈവം ഇത് മനസ്സിലാക്കണം. അതൊക്കെ ദൈവമേ, ഇതൊക്കെ എന്നാ ഇനി ആളുകൾ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അങ്ങനെ വിശ്വസിക്കരുത് കേട്ടോ. പിന്നെ വിലയുടെ കാര്യത്തിൽ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. വില കൂടുതലാവും ആവാതിരിക്കത്തില്ല. കാരണം ഇവിടെ ഒരു സാധനവും ഉണ്ടാക്കുന്നില്ല. ഇവിടെ അങ്ങനെ ഒന്നും വിളയിച്ചെടുത്ത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഐറ്റംസ് ഇവിടെ ഇല്ല. എല്ലാം പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വില കൂടുതൽ തന്നെയാണ് ഇവിടെ. പിന്നെ നിങ്ങൾക്ക് വില കുറച്ച് ഓഫറിൽ കിട്ടുമെന്ന്, വീക്കെൻഡിൽ ഓഫറിൽ കിട്ടുമെന്ന് പറയുന്നത് പുഴുത്തത് സാധനങ്ങളാണ്. അത് നമ്മൾ അന്നന്ന് മേടിച്ച് കൊണ്ടുവച്ച് നമ്മൾ തിന്നുമായിരിക്കാം, നമ്മൾ തിന്നും. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളൊന്നും പറയത്തില്ല. ഇതൊക്കെ ഉടനെ കേടാവാതിരിക്കുന്ന സാധനങ്ങൾ ഞാനും ഇവിടെ മേടിക്കുന്നതാണ്, ഞങ്ങളും ഇവിടെ മേടിക്കുന്നതാണ്. ഈ പറയുന്ന ലുലു ആയാലും നെസ്റ്റ് ആയാലും എല്ലായിടത്തും പോയി മേടിക്കാറുള്ളതാണ് കേട്ടോ. ഗ്രോസറി മാത്രമൊന്നുമല്ല. ഗ്രോസറിയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ അധികം സാധനമൊന്നും മേടിക്കാറില്ല. ഈ നെസ്റ്റോയും ലുലുവിനും തന്നെ മേടിക്കുന്നത്. വിലക്കുറവ് കിട്ടും, ഓഫർ കിട്ടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ അല്ലെങ്കിൽ വളരെ മോശം സാധനങ്ങളൊക്കെ തന്നെ വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നത്. ഈ ചിക്കൻ തന്നെ പല വിലയ്ക്ക് കിട്ടും. അതിൽ എന്തിനാണ് ഈ കൂടിയ വിലക്കുള്ള ചിക്കൻ? ഒരേ വിലയ്ക്ക് അങ്ങ് തന്നാൽ പോരെ. അത്ര നമ്മളെ നന്നാക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കുറഞ്ഞ ചിക്കനും ഉണ്ട്. 5 രൂപയ്ക്കും തരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. 5 രൂപയ്ക്ക് 5 ദർഹത്തിനും തരും, 25 ദർഹത്തിനും ചിക്കൻ തരും. അതെന്തിനാ? അല്ലെങ്കിൽ പോട്ടെ, 5 ദർഹത്തിനും തരും, 15 ദർഹത്തിനും തരും. ഈ 5 ദർഹത്തിൻ്റെ എന്തുവാ? അതും ഇവിടുത്തെ മനുഷ്യർ മേടിച്ച് കഴിക്കുന്നുണ്ട്. അത് ഏറ്റവും വില കുറഞ്ഞ സാധനം. അതായത് അതുപോലെ പഴക്കമുള്ളതോ അല്ലെങ്കിൽ എന്താ പറയുക, ഔട്ട്ഡേറ്റഡ് ആവാനായി ഇരിക്കുന്ന സാധനങ്ങളോ അങ്ങനെയുള്ളതാണ്. അല്ലാതെ ഈ 15 ദർഹത്തിൻ്റെ വേറൊരു സാധനം 5 ദർഹത്തിൻ്റെ ഒരു സാധനം വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വില കുറച്ചൊന്നും ഇവിടെ ഒരു സാധനവും കിട്ടത്തില്ല. അത് വേറെ കാര്യം. പിന്നെ അപ്പോൾ അത് തന്നെ പിന്നെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് ഗ്രോസറി പോയുള്ള പ്ലേസുകളിൽ പോയി സാധനം മേടിക്കുമ്പോഴാണ് ഈ വില കൂടുതൽ വരുന്നതെന്ന്. ഒരിക്കലുമല്ല. ഈ നെസ്റ്റോ ആയാലും ശരി, ലുലു ആയാലും ശരി, എല്ലായിടത്തും വില കൂടുതലാണ് നമ്മുടെ നാടിനെ അപേക്ഷിച്ച്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വില കൂടുതലിൻ്റെ കാര്യം, ഓഫറിൻ്റെ കാര്യം. ഇവിടെ ഓഫർ ഇടുന്നത് ഇവിടെ നിന്നല്ല, എവിടെയായാലും ഈ ലുലു പോലുള്ള വലിയ വലിയ മാളുകളിൽ ഓഫർ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? അത് ഈ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ. നമ്മുടെ നാട്ടിലും അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നാട്ടിലെ ലുലുവിലൊന്നും പോയി ഒരു സാധനം മേടിക്കാൻ പോകാറില്ല. സാധാ എന്താ പറയുക, നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ തന്നെയാണ് മേടിക്കുന്നത്. അപ്പോൾ ഈ ലുലുവിൽ ഒക്കെ പോലുള്ള മാളുകളിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബ്രാൻഡഡ് ഷൂ നമ്മൾ എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഷൂവിന് യഥാർത്ഥ വില അവരുടെ സൈറ്റിൽ, അതായത് ആ ബ്രാൻഡ് ഷൂവിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ 150 രൂപ വിലയുള്ള ഷൂ ആണെങ്കിൽ, 150 ദർഹത്തിൻ്റെ ഷൂ ആണെന്ന് വെച്ചോ, നമ്മളൊരു ലുലു പോലുള്ള മാളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന വില ഇട്ട് വെച്ചേക്കുന്ന എത്രയാണെന്നറിയോ? 350 രൂപ എന്നൊക്കെ ഇട്ട് വയ്ക്കും. എന്നിട്ട് എഴുതിയേക്കും ഓഫർ 50% ഓഫർ. എന്തിനാ? അത് കണ്ട് വിശ്വസിക്കുന്ന പൊട്ടന്മാരാവരുത് നിങ്ങൾ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? ഇതൊരു സത്യമാണ്. എന്നിട്ട് അവരുടെ ഒന്നും ഈ ലുലുവിൻ്റെ ഒന്നും മാളിലെങ്ങും കയറി വീഡിയോ എടുക്കാനും അവർ അനുവദിക്കത്തില്ല. കാരണം വീഡിയോ എടുത്താൽ ഇതൊക്കെ പുറത്താവും. പിന്നെ ഇതൊക്കെ മനുഷ്യനെ അറിയാവുന്ന കാര്യം. മനുഷ്യന് മനസ്സിലാക്കുക, ഇതൊക്കെ പറ്റിക്കുക. ഇത് ബിസിനസ്. ഇവിടെ ആരെയും നന്നാക്കാനല്ല ആരും ബിസിനസ് ചെയ്യുന്നത്. നമ്മളൊന്നും നന്നാക്കാൻ ആരും ഒന്നും ചെയ്യത്തില്ല ഒരിക്കലും. എനിവേ, ഞാനത് വലുതായിട്ട് ടോക്ക് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര എതിർപ്പുള്ള ആളാണ്. ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പൊതുവെ പറയണമെന്നുമുണ്ട്. പിന്നെ ഇങ്ങനൊരു കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ പറയുക കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊന്നും മേടിച്ച് കഴിക്കേണ്ട തിന്നണ്ട എന്നൊന്നുമല്ല. അവിടെ നിന്നൊക്കെ പോയി തന്നെ മേടിച്ചോ, അതൊന്നും വേണ്ടെന്നൊന്നും അല്ല പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞു എന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു കമൻറ്റ് ജയശ്രീ ബാബു എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയോട് അമ്മ ഇട്ടിരിക്കുകയാണ്. കാരണം ഞാനൊരു വല്യമ്മയാണ്. ഓക്കെ, വല്യമ്മയാണ്. എനിക്ക് കുട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ നാട് കാഞ്ഞിരപ്പള്ളിയിലാണ്. ഈ സ്ഥലം ഒന്ന് പറയണം. കാഞ്ഞിരപ്പള്ളി. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ അമ്മയുടെ ഇത് പറയണമെന്നായിരിക്കും അമ്മ ആഗ്രഹിച്ചിട്ടുള്ളത്. ഞാനത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ മെസ്സേജ് വാട്സപ്പിൽ ഞാൻ കണ്ടായിരുന്നു. അമ്മ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. വളരെ ഇഷ്ടമുണ്ട് അമ്മ. എന്തായാലും ഞാൻ ഇത് വായിച്ച് അമ്മ ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാവും കേട്ടോ. അടുത്തത് ശ്രീവിദ്യ. ഇനി ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ചോളൂ, ഞാൻ സെലക്ട് ചെയ്ത് തരാം കണ്ണേട്ട. ശ്രീവിദ്യ എവിടാന്ന് എനിക്കറിയില്ല. എനിക്ക് ശ്രീവിദ്യ ആരാന്നറിയില്ല. ഞാൻ എങ്ങനെയാണ് ശ്രീവിദ്യ വിളിക്കുക? എന്തായാലും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, എപ്പോഴാണെങ്കിലും
ഞാൻ അങ്ങനെ ഡ്രസ്സ് എടുക്കത്തില്ല. ചിലപ്പോൾ 6 മാസത്തിലൊരിക്കലൊക്കെ ആയിരിക്കും എടുക്കുന്ന സമയത്ത് എന്തായാലും എനിക്കറിയില്ല എങ്ങനെ വിളിക്കേണ്ടത്. കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ശ്രീവിദ്യ വിളിച്ചതായിട്ട് ശ്രീവിദ്യ അങ്ങോട്ട് കരുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് പോകാം. പ്രീതി MK, കണ്ണ എല്ലാ വിശേഷം പറഞ്ഞോളൂ, കേൾക്കാൻ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇതുപോലെ സന്തോഷം എപ്പോഴും ഉണ്ടാകട്ടെ. ബ്രേസ്ലെറ്റ് കൊള്ളാം, ജാട ഉള്ളത് ആയിട്ട് തോന്നിയതേയില്ല. പിന്നെ പറ്റുമെങ്കിൽ ഈ സോങ് പാടുമോ? നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ. ഓഫ് കോഴ്സ്, ഉറപ്പായിട്ടും എനിക്ക് നോക്കട്ടെ, എനിക്കെൻ്റെ ലിറിക്സ് ഒന്നും അറിയത്തില്ല. ലിറിക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാടിത്തരാം, അതിൽ വിഷമമൊന്നുമില്ല. ഞാൻ കുറേ നേരമായി സംസാരിക്കുന്നു. ഐ വിൽ സെർച്ച് ഫോർ ദ ലിറിക്സ്. ഈ ഒരു പാട്ട് ആക്ച്വലി ഞാൻ പാടിയ ബോറാവുമെന്നും അതത്ര ഒരു രീതിയിലില്ല, അല്ലെങ്കിലും അത്ര രസമല്ല. എന്നാലും അതിനോ അത് ഭയങ്കര ബോറാവുമെന്നറിയാം. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് പാടി നോക്കാം എന്നതേ ഉള്ളൂ കേട്ടോ. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോലെ കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. അയ്യോ, ഇത്രയും തന്നെ വലിയ പാടാണ് കേട്ടോ. അതായത് ചില പാട്ടുകളൊന്നും എനിക്ക് ഈ ഒന്നാമത് കടിച്ചപ്പൊട്ടാത്ത വരികൾ പാടാൻ വലിയ പാടാണ്. പിന്നെ അങ്ങോട്ടുള്ള വരികളൊക്കെ കണ്ടാലേ തങ്കമുരുകും നിൻ്റെ മെയ് തകിടിൻ. ഓക്കെ, ലീവ് ഇറ്റ്. അപ്പോൾ എന്തായാലും ഒരു 2 വരിയെങ്കിലും അത്രേ പറ്റുന്നുള്ളൂ. അത് ഒത്തിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം, അല്ലെങ്കിൽ അങ്ങനെ അല്ല ഞാൻ പാടിയിരിക്കുന്നത്, പ്രോപ്പറായിട്ടല്ല എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്, അറിയുന്നുണ്ട്, ക്ഷമിക്കണം. ഓക്കെ, അടുത്ത വേറൊരു കാര്യം, അടുത്ത മെസ്സേജ് നമുക്ക് നോക്കാം. അതായത് ജയശ്രീ ബാബു, ഇത് ജയശ്രീ ബാബു എന്ന് പറഞ്ഞിട്ട് ചേച്ചിയോ അമ്മയോ മറ്റോ ആയിരിക്കണം. കയ്യിൽ കിടക്കുന്ന നല്ലതാണ്, എൻ്റെ പേര് സ്ഥലം എല്ലാം അടുത്ത വീഡിയോയിൽ പറയണം. പേര് ജയശ്രീ ബാബു ആണ്, പക്ഷെ സ്ഥലം ഇതിപ്പോൾ എങ്ങനെ അറിയേണ്ടതെന്ന് എനിക്കറിയില്ല. ജയശ്രീ ബാബു, ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മകനെ കയ്യിൽ കിടക്കുന്നത് നല്ലതാണ്. അത് ബ്രേസ്ലെറ്റിൻ്റെ കാര്യം പറയണം, നല്ലതായിരുന്നു എന്ന് പറയുന്നു, സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ഒരാളുടെ കൂടെ. കിച്ചൺ, കണ്ണന് ഒരു ജാടയും ഇല്ല, എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് ഒന്ന് പറയൂ കണ്ണ. ആൻറ്റീസ് കിച്ചൺ എന്നാണ് കിടക്കുന്നത്. ഒരു പക്ഷേ എന്നോട് ചിലപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ബട്ട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അത് ക്ഷമിക്കുക. ആൻറ്റീസ് കിച്ചൺ എന്ന് യൂസർ നെയിം ഉള്ള അല്ലെങ്കിൽ ഒരു യൂട്യൂബ് പ്രൊഫൈലിൽ നിന്നാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആ ചേച്ചിയുടെ പേര് എന്ത് തന്നെ ആണെങ്കിലും ഞാനത് പറഞ്ഞതായിട്ട് ചേച്ചി കരുതുക. ഞാനത് അങ്ങോട്ട് ഓർക്കുന്നില്ല കേട്ടോ. ഇനി പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല, സോറി. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ചെറിയ കുറച്ച് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കമൻറ്റ്സ്. അപ്പോൾ കമൻറ്റുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒത്തിരി കിടപ്പുണ്ട്. 303 കമൻറ്റ്സ് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നും ജസ്റ്റ് പിന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാത്ത കമൻറ്റ്സും ഉണ്ട്. സോറിയേ, ഞാൻ റിപ്ലൈ കൊടുക്കാത്ത കമൻറ്റ്സ് ഇനിയും കിടപ്പുണ്ട്. അപ്പോൾ അത് ഇന്നലെ നൈറ്റ് വല്ലതും വന്ന കമൻറ്റ്സ് ആയിരിക്കാം. കാരണം ഏകദേശം രാത്രി ഒരു 12 മണിക്കകത്ത് വന്നിട്ടുള്ള കമൻറ്റ്സിനൊക്കെ ഞാൻ ഏകദേശം റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. 12 ആണോ 10 മണിയാണോ? അപ്പോൾ ഏകദേശം ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ വരെയുള്ള എല്ലാ വന്നതിനും ഒരുമാതിരി എല്ലാ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ കൊടുത്തു. ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പിന്നെ കുറച്ചങ്ങ് ഉറങ്ങി. അത് കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത വന്നിരിക്കുന്ന കമൻറ്റ്സിനൊക്കെ ഞാൻ എന്തായാലും ബാലൻസ് എടുക്കുന്നതൊക്കെ ഞാനിപ്പോൾ ഉടനെ തന്നെ അത് ചെയ്യും. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് ഇങ്ങനെ ഒരുപാട് കമൻറ്റ്സ് ആകുമ്പോഴേ ഒരുപാട് കമൻറ്റ്സൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും വരുന്ന വേറൊരു പ്രശ്നമുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇപ്പം ഇതിൽ കൂടുതൽ കമൻറ്റ്സൊക്കെ വന്നാൽ അപ്പോൾ അത് എനിക്ക് അത് ഫുള്ള് ചിലപ്പോൾ അതിനെ റിപ്ലൈ അന്ന് തന്നെ തരാൻ പറ്റണമെന്നില്ല കേട്ടോ. ഒരു ദിവസം തന്നെ ചെയ്യണം. അപ്പോൾ ചിലർക്കൊക്കെ തോന്നുമായിരിക്കാം, ഇതെന്താണ് ഒരു കമൻറ്റ് ഇട്ടാൽ അപ്പം തന്നെ അവൻ റിപ്ലൈ തരുന്നുണ്ടല്ലോ, എൻ്റെ കയ്യിലാണ് ഫോണ്, ഞാൻ വേറെ കാര്യങ്ങളിലൊന്നും അങ്ങനെ മീൻസ് അത്ര അങ്ങ് ബിസിയല്ല, എൻ്റെ ജോബ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഒരു കമൻറ്റിന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റായികയൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തരുന്നത്. അതിലേറെ കമൻറ്റ്സ് എനിക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ഈ പറയുന്ന 300-350 കമൻറ്റ്സൊക്കെ തന്നെയാണ് വരുന്നത്. അത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്, ഒട്ടുമിക്ക വീഡിയോസിനും വരാറുള്ളതാണ്. അപ്പോൾ അത് അത്രയും എനിക്ക് എന്തായാലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് എനിക്ക് റീപ്ലൈ ചെയ്യാൻ പറ്റാറുണ്ട്. ഒരു പക്ഷേ ഇനി അതങ്ങൾക്ക് കമൻറ്റ്സ് കൂടി എന്തെങ്കിലുമൊക്കെ വലിയ ഒത്തിരിയൊക്കെ അങ്ങ് ആയി എന്ന് വെച്ചോ, അന്ന് ചിലപ്പോൾ എനിക്ക് അങ്ങനെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനത് കുറേശ്ശെ ആയാലും മേ ബി കുറച്ച് ലേറ്റ് ആയാലും
എല്ലാവർക്കും റീപ്ലൈ തരാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കും. ഇനി അഥവാ അങ്ങനെ ഒരു സമയത്ത് ഞാനിതിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് വിഷമം വരരുത്, അല്ലെങ്കിൽ എനിക്ക് അഹങ്കാരമായി എന്ന് തോന്നിപ്പോകരുത്. അതുകൊണ്ട് ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ രീതി എന്തെങ്കിലും ചെയ്ത് ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ ഒരു ചേച്ചി പറഞ്ഞായിരുന്നേ 15 മിനിറ്റ് വീഡിയോ ആക്കണമെന്ന്. ഇതിപ്പോൾ 10-20 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. ചേച്ചി ഇത് കാര്യം പറഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. ഇനി എനിക്ക് കാര്യം പറയാനുള്ള ദാരിദ്ര്യം ഉണ്ടല്ലോ, അതായത് കാര്യങ്ങളൊന്നും പറയാനില്ലാത്തൊരു സമയം. ആ സമയത്താണെങ്കിൽ 10 മിനിറ്റ് പോലും തികയ്ക്കാൻ വലിയ പാടാണ്. ഇതിപ്പം പെട്ടെന്ന് ഓടിപ്പോകുന്നു. അപ്പോൾ ചേച്ചി ഒന്ന് ക്ഷമിക്കുക, ഞാൻ നോക്കാം. ഇതിൽ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാണ്ടെങ്കിൽ ഒഴിവാക്കി ചെറുതാക്കാൻ പറ്റുന്നതുകൊണ്ട് ചെറുതാക്കാം. അപ്പോൾ എന്തായാലും ഞാൻ അധികം നീട്ടുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ദിവസം കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.